അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വീരാൻകുട്ടി മാഷ് പറഞ്ഞ പോലെ ഞാൻ ഈ ഒരു സൗന്ദര്യത്തിൽ ഇതിൻ്റെ ഒരു എന്താ പറയുക ജമാലിയത്തിൽ ഇങ്ങനെ ആഹ്ലാദിക്കുകയാണ്. ഈ ഷേക്സ്പിയറിൻ്റെതോ ഷേക്സ്പിയറിൻ്റെ എന്താ തോന്നുന്നു ഒരു വാചകമുണ്ടല്ലോ, അതിൽ ഇങ്ങനെ പറയുന്നുണ്ട്. അതായത് ചിലയിടത്തിലെത്തുമ്പോൾ ഇപ്പോൾ നൗ ഹെൽ ഈസ് എംപ്റ്റി ഓൾ ദി ഡെവിൾസ് ആർ ഹിയർ എന്ന പ്രയോഗമുണ്ട്. നൗ ഹെൽ ഈസ് എംപ്റ്റി ഓൾ ദി ഡെവിൾസ് ആർ ഹിയർ. ഇപ്പം നരകശൂന്യമാണ്, എല്ലാ പിശാചുക്കളും ഇവിടെയാണ് ഉള്ളത്. എനിക്കതിപ്പോൾ തിരിച്ചിടാൻ തോന്നുകയാണ്. നൗ ഹെവൻ ഈസ് എംപ്റ്റി ഓൾ ദി ഏഞ്ചൽസ് ആർ ഹിയർ. ഇപ്പോൾ സ്വർഗശൂന്യമാണ്, എല്ലാ മാലാഖമാരും ഇവിടെയാണുള്ളതെന്ന് തോന്നിപ്പോകുന്നു. ഈ സദസ്സും വീരാൻകുട്ടി മാഷുടെ സൂക്ഷ്മ സാന്നിധ്യവും ഒക്കെ ആകുമ്പോൾ വളരെ ആഹ്ലാദത്തിലാണ് ഞാനുള്ളത്. അൽഹംദുലില്ലാ. ഇങ്ങനെ എന്നെ ഈ പരിപാടിക്ക് ക്ഷണിക്കുമ്പോൾ അങ്ങനെ ഇങ്ങോട്ട് വരുമ്പം തന്നെ കുറേ ഭാഗത്ത് മഴയാണ്, ഇങ്ങോട്ടെത്തുമ്പോൾ തെളിഞ്ഞു വരികയാണ്. പിന്നെ ഇങ്ങോട്ട് നോക്കുമ്പോൾ മുഴുവനും നീലമലകളും മേഘങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെയാണ് വന്നത്. അപ്പോൾ അത് വല്ലാതെ നമ്മളെ സ്പർശിക്കുന്നുണ്ട്. വീരാൻകുട്ടി മാഷ് ഒരു കാര്യം പറഞ്ഞു, അതായത് എനിക്കത് വലിയ ഒരു നിരീക്ഷണമായിട്ട് അനുഭവപ്പെട്ടു. മാഷുടെ കവിത നിങ്ങളെപ്പോലെ തന്നെ ഞാനും വളരെ ഇമോഷണലായിട്ടാണ് കേട്ടത്. ആ ഒരു ധന്യത ഞാനങ്ങനെ സൂക്ഷിക്കുകയാണ്. അതിന് മാഷോട് നന്ദിയും എന്താ പറയുക, ചിലതൊക്കെ നമുക്ക് അപ്പുറത്ത് പറയാനാവാതിരിക്കും. അത് വല്ലാതെ ഉണ്ട് ശരിക്കും. കാരണം ഞാനിങ്ങനെ മാഷിയുടെ ഒരു പ്രവാചക കീർത്തനം വായിച്ചതായിട്ട് എനിക്ക് ഓർമ്മയില്ല. അപ്പം അത് എന്തുകൊണ്ട് എന്നതിൻ്റെ ഒരു ഉത്തരം കൂടി ധന്യമായ വാക്കുകളിലൂടെ നമുക്കിപ്പോൾ സമ്മാനിച്ചിരിക്കുകയാണ്. ഞാൻ നമുക്കെല്ലാവർക്കും വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട കവിയെ അഭിനന്ദിക്കുന്നു. പിന്നെ മാഷ് പറഞ്ഞൊരു കാര്യമുണ്ട്, അതായത് എന്തുകൊണ്ട് ഖുർആൻ ഇത്രയും കാവ്യപൂർണമായി. ഖുർആനിൽ കവിതയാണ്. ശരിക്കും മാഷയുടെ കവിതയിലെ ആദ്യത്തെ ആ ഒരു സൂചകങ്ങൾ തന്നെ സൂറത്തുൽ ലുഖ്മാനിലെ വചനങ്ങളാണ്. ശരിക്കും ഈ ഭൂമിയിലുള്ള എല്ലാ കാടുകളും മഷിയായാലും സമുദ്രങ്ങളൊക്കെ മഷിയായാലും കാടുകളൊക്കെ പേനയായാലും ഇത് ഈ വചനത്തിൻ്റെ പൊരുൾ, ഈ കലിമാത്ത് പ്രവാചകനെ ഒന്നും എഴുതി തീർക്കാൻ പറ്റില്ല എന്ന് പറയുന്ന ആ ലുഖ്മാൻ അധ്യായത്തിലെ മനോഹരമായ സൂചകങ്ങളെ കേന്ദ്രീകരിച്ചിട്ടാണ് തുടങ്ങിയത്. അപ്പം അതുകൊണ്ട് തന്നെ പ്രവാചകൻ കവിയാണോ അല്ലയോ എന്ന എന്താ പറയുക, ഇപ്പോൾ പ്രവാചകൻ കവിത്വമുണ്ടോ അല്ലെങ്കിൽ പ്രവാചകനിൽ എന്താണ് അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. ഈ പ്രവാചകൻ കവിതയോടൊന്നും ഇഷ്ടമില്ലാത്ത, എനിക്കങ്ങനെ പറയാൻ ഒരു ആത്മധൈര്യം കൊണ്ടാണ് ഞാൻ പറയുന്നത്. പ്രവാചകൻ കവിതയോട് ഇഷ്ടമില്ലാത്ത, കവിതയെ ആസ്വദിക്കാത്ത, സംഗീതത്തെ ആസ്വദിക്കാത്ത ഒരാളാണെന്നൊക്കെയുള്ള ഒരു എവിടെയോ ഒരു അങ്ങനെയുള്ളൊരു നെറേഷൻ ലോകത്ത് നിലനിൽക്കുന്നുണ്ട്. പക്ഷെ ആ നെറേഷനെ ലംഘിക്കേണ്ടുന്നൊരു കാലവും കൂടിയാണിത്. പൂർണ്ണമായിട്ടും ലംഘിക്കേണ്ട കാലമാണ്. കാരണം അതൊക്കെ വളമാകുന്നത് മറ്റ് നിഷേധാത്മക ശക്തികൾക്കാണ്. ശരിക്കും അങ്ങനെയാണ്. അപ്പോൾ മാഷ് പറഞ്ഞു വെച്ച കവിത്വമുള്ളതിലേക്കേ കവിത വരും. അപ്പോൾ പ്രവാചകനിൽ അത്രയും കവിത്വമുള്ളത് കൊണ്ടാണ് ദൈവം പ്രവാചകനെ തന്നെ ഈ വചനങ്ങൾ കേൾക്കാം. ഇപ്പോൾ പറഞ്ഞു തന്നെ സമുദ്രം മുഴുവനും മഷിയായാലും പേന മുഴുവനും കാട് മുഴുവനും പേനയായാലും എന്നൊക്കെ പറയുന്നത് ആദ്യം കേൾക്കുന്നത് ആരാണ്? ഏത് ശ്രുതിയിലും ആ ശ്രുതിയുടെ ആദ്യത്തെ റിസീവർ, അതിൻ്റെ ശ്രോതാവ് പ്രവാചകനാണ്. പ്രവാചകൻ്റെ അതിൽ നിന്നാണല്ലോ ലോകത്തിന് മുഴുവനും പിന്നെ വചനങ്ങൾ ലഭിക്കുന്നത്. ഒന്നത്. അപ്പം അതുകൊണ്ട് തന്നെ കവിത്വത്തിൽ സംശയമില്ല, കവിത്വമുള്ളവൻ കൂടിയാണ് പ്രവാചകൻ. അല്ലാമ മുഹമ്മദ് ഇഖ്ബാൽ പറയുന്നുണ്ട്, എല്ലാ കവികളിലും പ്രവാചകത്വത്തിൻ്റെ അംശമുണ്ടത്. പിന്നെ പ്രവാചകനിൽ കവിതയുണ്ടോ എന്നുള്ളതിന് വല്ല സംശയമുണ്ടോ? ഒരു സംശയമില്ല. പിന്നെ രണ്ടാമത് പ്രവാചകൻ്റെ വചനങ്ങൾ എടുത്താൽ എത്ര മനോഹരമായ കവിതകളാണ്. പ്രവാചകൻ പഠിപ്പിച്ച പ്രാർത്ഥനകളൊക്കെ എത്ര മനോഹരമായ കവിതകളാണ്. മരണാനന്തര ചടങ്ങിൻ്റെ ഭാഗമായിട്ട് മയ്യത്തിന് കാരുണ്യം ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രാർത്ഥനകളൊക്കെ ഒന്ന് കേട്ടു നോക്കുമ്പോൾ എത്ര മനോഹരമായ കവിതകളാണ്.
മഞ്ഞിലൊക്കെ കുളിപ്പിക്കാനുള്ള പ്രാർത്ഥനയില്ലേ, നീ മഞ്ഞിലൊക്കെ കുളിപ്പിക്കണം. അഴുക്കുകളിൽ നിന്ന് വസ്ത്രങ്ങളൊക്കെ തന്നെ കഴുകുന്നത് പോലെ പാപങ്ങളിൽ നിന്ന് കഴുകണം. ഇതൊക്കെ കവിതയില്ലാതെ എങ്ങനെയാണ് ആസ്വദിക്കാൻ പറ്റുക? ശരിക്കും എത്ര വചനങ്ങൾ എടുത്തു നോക്കൂ. നീ എന്നിലേക്ക് നടന്നു വരുമ്പോൾ ഞാൻ നിന്നിലേക്ക് ഓടി വരുന്നു. നീ എന്നിലേക്ക് ഒരു ചാണെടുക്കുമ്പോൾ ഞാൻ നിന്നിലേക്ക് ഒരു മുഴമെടുക്കുന്നു. ഇതിനേക്കാളൊക്കെ എന്താ പറയുക ഇതൊക്കെ ശരിക്കും. ബദാമരത്തോട് ഞാൻ ദൈവത്തെക്കുറിച്ച് സംസാരിക്കാൻ പറഞ്ഞു, ബദാമരം അപ്പോൾ പൂത്തുലഞ്ഞു. കസാൻ സാക്കീസിൻ്റേതായിട്ട് പറയുന്ന വാചകമില്ലേ? ശരിക്കും അത് കസാൻ സാക്കീസിൻ്റെ ഒരു പഠനത്തിൽ പറയുന്നത് അത് പ്രവാചക ദർശനത്തിലൂടെ വന്ന ഒരു സൂഫി മൊഴിയാണ് എന്നാണ് ഇപ്പോഴുള്ള നൂതനമായ ഒരു അറിവ്. ശരിക്കും അതായത് ഞാൻ ബദാമരത്തോട് ദൈവത്തെക്കുറിച്ച് സംസാരിക്കാൻ പറഞ്ഞു, ബദാമരം അപ്പോൾ പൂത്ത്. ഐ ആസ്ക്ഡ് ദി ആൽമണ്ട് ട്രീ ടു സ്പീക്ക് ഓഫ് ഗോഡ്, ദി ആൽമണ്ട് ട്രീ ബ്ലൂസംഡ് എന്ന വാചകം. ഈ വാചകം അങ്ങോട്ടേക്ക് പ്രവാചക ദർശനത്തിലേക്ക് ചേർന്ന് നിൽക്കുന്നു എന്ന് ഞാനിപ്പോൾ അടുത്ത് വളരെ ലേറ്റസ്റ്റായ ഒരു ടർക്കിഷ് റൈറ്ററുടെ ലേഖനത്തിൽ വായിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, കസാൻ സാക്കീസിൻ്റെ തന്നെ അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട് സൈഡ് എന്ന് പറയുന്ന നോവലിലാണ് ഇത് ഉദ്ധരിച്ചിരിക്കുന്നത്. അതിലേതോ ഒരു എഡിഷനിൽ ഈ വാചകം ഉദ്ധരിച്ചിട്ട് അതിൻ്റെ താഴെ സയ്യിദുന അലി എന്നൊരു കോട്ടുണ്ടെന്ന് എന്നോട് വേറൊരു സുഹൃത്ത് പറഞ്ഞിട്ടുണ്ട്. ഞാനിത് പറയുന്നത് മനോഹരമായ കവിതകൾ പ്രവാചക മൊഴികളിലൂടെ തന്നെ എത്രയോ ലോകത്തെ ഇപ്പോഴും പ്രചോദിപ്പിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ആ പ്രവാചകൻ്റെ മൊഴികളെ നമ്മൾ ആ രീതിയിൽ സമീപിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ പ്രവാചകൻ ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ എൻ്റെ കുറച്ച് ഈ പറഞ്ഞ പോലെ പരിമിതമായി പ്രവാചകനെ ആത്മവൽക്കരിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി ഞാൻ എഴുതിയ 2 കൊച്ചു കവിതകൾ ഇൻഷാ അല്ലാഹ് ഞാൻ വായിക്കും. പ്രവാചക കാലഘട്ടത്തിലെ വളരെ പ്രശസ്തനായ ഒരു മഹാകവിയായിരുന്നു ലബീദ്. നിങ്ങൾക്കൊക്കെ അറിയാം ലബീദ് മഹാകവിയാണ്. ഇമ്രുൽ ഖൈസിൻ്റെയൊക്കെ അതേ കാവ്യ ഗരിമയുള്ള ആളാണ് ലബീദ്. പ്രവാചകൻ്റെ കാലഘട്ടത്തിൽ ജീവിച്ച ഏറ്റവും മഹാനായ കവി. പ്രവാചകൻ്റെ പ്രബോധന കാലഘട്ടത്തിലൊക്കെ ആദ്യമായിട്ട് മക്കയിലൊക്കെ തന്നെ ലബീദ് വരുന്നു എന്ന് പറഞ്ഞാൽ വലിയ ആൾക്കൂട്ടമായിരുന്നു കവിത കേൾക്കാൻ. അത്രക്കും മഹാനായ കവിയായിരുന്നു ലബീദ്. അബൂ താലിബിനെ പോലെയൊക്കെയുള്ള ആ കാലഘട്ടത്തിലെ മികച്ച കവികൾ. അബൂ താലിബ് മികച്ച കവിയായിരുന്നു. പ്രവാചകൻ്റെ എളാപ്പ വളരെ വിശ്രുതനായ കവിയായിരുന്നു അബൂ താലിബ് പോലും മഹാകവിയായി കണക്കാക്കുന്ന ആളായിരുന്നു ലബീദ്. അങ്ങനെ ലബീദ് കവിത ചൊല്ലാൻ വേണ്ടി വരികയാണ്. അങ്ങനെ ലബീദ് കഅബയുടെ പരിസരത്ത് വെച്ച് കവിത ചൊല്ലുന്നു. ഈ കവിത ഇപ്പോൾ പ്രവാചകൻ്റെ പ്രബോധനത്തിൻ്റെ ആദ്യഘട്ടമാണ്. 3-4 വർഷം കഴിഞ്ഞിട്ടുണ്ടാവും. പ്രവാചക സരണിയിലേക്ക് പലരും വരുന്ന കാലമാണ്. വൈവിധ്യപൂർണമായ രീതിയിലാണല്ലോ വരവ്. സ്ത്രീകൾ വരുന്നുണ്ട്, അടിമകൾ വരുന്നുണ്ട്, വളരെ പ്രയാസപ്പെടുന്ന ജീവിത പരിസരത്തിലുള്ളവർ വരുന്നുണ്ട്, അബൂബക്കർ സിദ്ദീഖിനെ പോലെയുള്ള വളരെ ഉന്നത കുലജാതർ വരുന്നുണ്ട്. അങ്ങനെയൊക്കെയുള്ള ആ ഒരു കൂട്ടമാണ്. അതിൽ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ കുടുംബത്തിലുണ്ടായിരുന്ന ഉസ്മാൻ ഇബ്നു മദ്ഊം എന്ന് പറയുന്ന ഒരാളുണ്ട്. ആൾ വളരെ കമ്മിറ്റ്മെൻറ്റുള്ള, വളരെ പ്രവാചകനോട് വല്ലാതെ ഇഷ്ടമുള്ള, പ്രവാചകൻ്റെ വചനങ്ങൾ ഓരോന്നും ഇങ്ങനെ ആത്മവൽക്കരിക്കുന്ന ഒരാളാണ്. പക്ഷെ അദ്ദേഹത്തിന് കവിത്വം കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ ചില കാര്യങ്ങൾ കേട്ടാൽ അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ പറ്റില്ലായിരുന്നു. അങ്ങനെ ലബീദ് കവിത ചൊല്ലുന്ന സദസ്സിൽ ഇദ്ദേഹം ഉണ്ടായിരുന്നു. അങ്ങനെ ലബീദ് ഈ ലോകത്തിൻ്റെ നൈമിഷികതയെ സൂചിപ്പിച്ചുകൊണ്ട് ഒരു കവിത അങ്ങോട്ട് ചൊല്ലി. ഉസ്മാൻ മദ്ഊം വിചാരിച്ചത് ഇത് പ്രവാചകൻ നമുക്ക് വാഗ്ദാനം ചെയ്ത സ്വർഗത്തെ നിഷേധിക്കുകയാണ് എന്ന രീതിയിലാണ് ഉസ്മാൻ ഇത് കേട്ടത്. ഉടനെ തന്നെ അവിടുന്ന് പ്രതികരിച്ചു, നീ പറയുന്നതൊക്കെ കള്ളമാണ്, എന്നൊന്നും മനശ്വരമാണ് അള്ളാഹുവിൻ്റെ അനുഗ്രഹം, ഒന്നും നശ്വരമല്ല എന്നൊക്കെ പറഞ്ഞു. വലിയ പ്രശ്നമുണ്ടായി. ഗോത്ര നീതിപ്രകാരം ലബീദ് എന്ന മഹാകവിയെ അവഗണിച്ചതായിട്ടൊക്കെ വ്യാഖ്യാനിക്കപ്പെട്ടു. പലരും ഉസ്മാൻ മദ്ഊമിനെ മർദ്ദിക്കാനൊക്കെ ശ്രമിച്ചു. എങ്ങനെയോ രക്ഷപ്പെട്ടു. ഇത് നടക്കുമ്പോൾ പ്രവാചകൻ
കുറച്ച് ദൂരത്തായിരുന്നു. പിന്നീടാണ് പ്രവാചകൻ ഇത് കേട്ടത്. പ്രവാചകനോട് ഇതറിഞ്ഞപ്പോൾ ഉസ്മാനിനെ വിളിച്ചു. പ്രവാചകൻ പറഞ്ഞു, ലബീദ് എന്താണ് ചൊല്ലിയതെന്നും പ്രവാചകൻ അതിനകം മനസ്സിലാക്കി കഴിഞ്ഞിരുന്നു. അപ്പോൾ ഉസ്മാനെ വിളിച്ച് പ്രവാചകൻ പറഞ്ഞു, ലബീദിൻ്റെ കവിത നശ്വരമായ ഈ ലോകത്തിൻ്റെ ഒരാവിഷ്കാരമായിരുന്നു. കവിതയെ നീ കവിതയായി തന്നെ മനസ്സിലാക്കണം. മതത്തെയും കവിതയെയും കലർത്തി ആലോചിച്ചിട്ട് കവിതാസ്വാദനം നഷ്ടപ്പെടുത്താൻ പാടില്ല എന്ന് ഉപദേശിക്കുകയും ലബീദിൻ്റെ കവിതയെ മനോഹരമായ ആ സദസ്സിന് വിശകലനം ചെയ്തു കൊടുത്ത ഒരു പ്രവാചക ശിരോമണി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചകൻ്റെ ആ ധന്യതയാണ് കുറച്ചു മുമ്പേ വീരാൻകുട്ടി മാഷ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് പ്രവാചകനിൽ കവിത്വം ഉണ്ടോ എന്ന ചോദ്യത്തിനൊന്നും ഇനി പ്രസക്തിയില്ല. ആ എപ്പിസ്റ്റമോളജി തന്നെ അവസാനിപ്പിക്കേണ്ടതുണ്ട്. അത് തന്നെ അങ്ങ് അവസാനിപ്പിക്കേണ്ടതുണ്ട്. ആ കാലമാണ്.